ഹായ്, താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ തേജസ്സുള്ള സുവിശേഷം നമ്മൾ കേൾക്കുകയായിരുന്നു. അവനോട് തുല്യം നാം ആകാൻ നമ്മെപ്പോലെ അവനായി. മിസ്റ്ററി ഓഫ് ഹിസ് ഇൻകാർണേഷൻ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പെന്തക്കോസ്ത് ലോകം അവതരിപ്പിക്കുന്ന സുവിശേഷത്തിലെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചും പൊരുത്തക്കേടുകളെക്കുറിച്ചുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളതാണ് ചിന്തിച്ചത്. നമ്മൾ പൊതുവെ കേൾക്കുന്ന സുവിശേഷം കർത്താവായ യേശുവിനെ വ്യക്തിപരമായി രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക, അങ്ങനെ രക്ഷിക്കപ്പെടുക, വീണ്ടും ജനിക്കുക, ജീവപുസ്തകത്തിൽ പേരെഴുതിക്കുക, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളാണ് നമ്മൾ സുവിശേഷ പ്രസംഗത്തിൽ കേൾക്കുന്നത്. വളരെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, സുറിയാനി സഭയിലെ പ്രസംഗകർ പോലും ചിലപ്പോൾ ഈ രീതിയിൽ പ്രസംഗിക്കുന്ന കേൾക്കാറുണ്ട്. അപ്പൊ ഇതാണ് പ്രസംഗം. യേശുവിനെ നിങ്ങൾക്ക് വേണമോ? യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നുവോ? ഇതാ യേശു. ഇപ്പൊ യേശുവിനെ നിങ്ങൾക്ക് വേണമോ വേണ്ടയോ ഒരു ഓപ്ഷനാണ്. ഇപ്പൊ യേശുക്രിസ്തു അവരെ സംബന്ധിച്ച് നമുക്കുള്ള ഒരു ഓപ്ഷനാണ്, ചോയ്സ്. അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുന്ന അനുസരിച്ചാണ് നമ്മളുടെ ഡെസ്റ്റിനി നിശ്ചയിക്കപ്പെടുന്നത്. നിങ്ങളുടെ തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഭാവി നിർണയിക്കപ്പെടും. നിങ്ങളുടെ തീരുമാനത്തിന് അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഭാവി നിർണയിക്കപ്പെടും. അപ്പോൾ നിങ്ങളുടെ ഭാഗധേയം നിർണയിക്കുന്നത് നിങ്ങളുടെ ഒരു തീരുമാനമാണ്. അപ്പോൾ നിങ്ങളാണ് സോവറിൻ, നിങ്ങളാണ് പരമാധികാരി. നിങ്ങൾക്കാണ് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് തീരുമാനമെടുക്കുവാൻ ഉള്ള അധികാരം, അവകാശം, സ്വാതന്ത്ര്യം. അപ്പൊ നമ്മുടെ ചോയ്സിൽ അടിസ്ഥാനപ്പെട്ടാണ്, നമ്മുടെ തീരുമാനത്തിൽ അടിസ്ഥാനപ്പെട്ടാണ്, നമ്മുടെ തിരഞ്ഞെടുപ്പിൽ അടിസ്ഥാനപ്പെട്ടാണ് നമുക്കുള്ള ഭാവി നിശ്ചയിക്കപ്പെടുന്നത് എന്നുള്ള ഉപദേശം. അങ്ങനെ ഉള്ള ഉപദേശത്തെ ദൈവശാസ്ത്ര മേഖലയിൽ അറിയപ്പെടുന്നത് അർമീനിയനിസം എന്നാണ്. അങ്ങനെയുള്ള വിശ്വസിക്കുന്ന അർമീനിസ്റ്റുകൾ എന്ന് വിളിക്കും. ഈ അർമീനിസ്റ്റുകൾ എന്ന് വിളിക്കും. പക്ഷെ സാധാരണ ആളുകൾക്ക് ഇങ്ങനെയുള്ള ടേമുകളൊന്നും പരിചയമില്ല. ഈ പേരറിയത്തില്ലെങ്കിലും ഭൂരിപക്ഷം ആളുകളും അതാണ് വിശ്വസിക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അതാണോ വിശ്വസിക്കുന്നതെന്ന് നിങ്ങളെ പരിശോധിക്കുക. അതായത് നിങ്ങൾ തീരുമാനിക്കുന്ന അനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതം പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ യേശുവിനെ സ്വീകരിക്കാം. കാരണം ഇതിനു മുമ്പ് കിട്ടിയതടക്കം ഈ കഴിഞ്ഞ ആഴ്ചയിൽ കിട്ടിയതും കൂടെ കൂട്ടി 17 ട്രാക്റ്റ് മേശപ്പുറത്ത്, ഡ്രോയില്, ബൈബിളിന്റെ അകത്ത്, ഒരെണ്ണം മടക്കി പോക്കറ്റിൽ ഒക്കെ ഇരിപ്പുണ്ട്. ആ ട്രാക്റ്റുകളിലെല്ലാം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഒരു വാക്ക് മതി, നിങ്ങളുടെ ഒരു തീരുമാനം മതി, നിങ്ങളുടെ ഒരു ഡിസിഷന് വേണ്ടി യേശുവും സ്വർഗവും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൂതന്മാരൊക്കെ കാത്തു നിൽക്കുകയാണ്. തീരുമാനിക്കൂ, 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 ഒരു തീരുമാനം എടുക്കൂ, നിങ്ങൾ ഒരു തീരുമാനം എടുക്കൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓ വേണ്ട വേണ്ട വേണ്ട. അപ്പൊ നമ്മുടെ മനസ്സിൽ തന്നെ പറയുന്നുണ്ട്, എപ്പം വേണമെങ്കിലും എനിക്ക് തീരുമാനിക്കാം. അപ്പൊ ഞാനൊരു ദിവസം തീരുമാനിക്കും. കണ്ടോ? ഇതൊരു വ്യാജ സുവിശേഷമാണ്. സുവിശേഷം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വ്യാജ വിശേഷമാണ്. ദൈവവുമായിട്ടോ ദൈവത്തിന്റെ പദ്ധതിയുമായിട്ടോ ബന്ധമുള്ള കാര്യമല്ല. അപ്പൊ ഇത്തരം മണ്ടത്തരങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണ് ഈ ട്രാക്റ്റുമായിട്ട് ഈ ദേശം വഴി കറങ്ങുകയും ഈ ഇല്ലാത്ത പൊല്ലാപ്പിലെല്ലാം ചെന്ന് ചാടുന്നത്. അവർ ചിന്തിക്കുന്നത് അവരുടെ എന്തോ ഒരു മാജിക് വാൻഡാണ് ഈ ട്രാക്റ്റ് കൊണ്ട് കൊടുത്തു കഴിയുമ്പം അത് വായിച്ചു കഴിയുമ്പോൾ ഡിസിഷൻ കാർഡ്, അത് പേരും ഒക്കെ എഴുതി, എനിക്ക് യേശുവിനെ ആവശ്യമുണ്ട്, ഞാനൊരു പാപിയാകുന്നു, എനിക്ക് യേശുവിനെ ആവശ്യമുണ്ട്,
ഞാനിത് ആ കർത്താവെ നിന്നെ സ്വീകരിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ ആളുകളെ ഒരു മുൾമുനെ കൊണ്ട് നിർത്തിയിരിക്കുക, ഒരു ധർമ്മസങ്കടത്തിലാക്കുക. അപ്പൊ ഇങ്ങനെ ആളുകളുടെ തീരുമാനത്തിൽ, അപ്പൊ അങ്ങനെയുള്ള ഉപദേശം വിശ്വസിക്കുന്നവരാണ് അർമീനിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഞാൻ സാധാരണ ആളുകൾക്ക് വേണ്ടി ആ ടേം ഒന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ. അർമീനിയനിസം എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം അർമീനിയനിസ്റ്റ് ആണ് ഇങ്ങനെയുള്ള ആളുകൾ. നിങ്ങൾ പേഴ്സണലി ഒരു അർമീനിയനിസ്റ്റ് ആണോ? അർമീനിയനിസം ആണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതിനൊരു എതിർ ക്യാമ്പുണ്ട്. ഇപ്പൊ ഇങ്ങനെ വിശ്വസിക്കുന്നല്ലാതെ എതിർ ക്യാമ്പുണ്ട്. അവര് പറയുന്നു നമ്മുടെ തീരുമാനം ഒന്നുമല്ല, ദൈവമാണ് സോവറിൻ, പരമാധികാരി. അതുകൊണ്ട് ദൈവം നിശ്ചയിക്കും ആര് രക്ഷിക്കപ്പെടണം, ആര് സ്വർഗത്തിൽ പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവം നിശ്ചയിക്കും. അങ്ങനെ ഇത് ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. ദൈവം കണ്ടിട്ടുള്ളവരെ ദൈവം രക്ഷിക്കും. അങ്ങനെ ചിലരെ ദൈവം കണ്ടിട്ടുണ്ട്. അങ്ങനെ ദൈവം ചിലരെ കണ്ടിട്ടുണ്ട്. അവരെന്താ ചെയ്താലും അവരെ രക്ഷ തേടിയെത്തും, അവർ രക്ഷിക്കപ്പെടും. അത് വിശ്വസിക്കുന്ന ക്യാമ്പാണ് കാൽവിനിസ്റ്റുകൾ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. കാൽവിനിസ്റ്റുകൾ. അപ്പോൾ ആ ക്യാമ്പിനെ നമ്മൾ സോവറിൻ ക്യാമ്പെന്നും സാധാരണ വിളിക്കാറുണ്ട്. അപ്പോൾ സോവറിനിസ്റ്റുകൾ, ഇപ്പൊ ദൈവത്തിന്റെ സോവറിനിറ്റിയാണ്, പരമാധികാരമാണ്. അതുകൊണ്ട് ദൈവം ചില ആളുകളെ കണ്ടിട്ടുണ്ട്, അത് ദൈവത്തിനറിയാം. അപ്പൊ ഇത് രണ്ടും ശരിയാണെന്ന് തോന്നിപ്പിക്കുമാറുള്ള ബൈബിൾ വാക്യങ്ങളുണ്ട്. അവർ വളരെ മനോഹരമായിട്ട് ആ ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിച്ച് അതെടുത്ത് അടുക്കി വെച്ച് കഴിയുമ്പോൾ അർമീനിസ്റ്റുകളുടെ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ നമുക്ക് അർമീനിസമാണ് ശരിയെന്ന് തോന്നും. കാൽവിനിസ്റ്റുകൾ പ്രസംഗിക്കുമ്പോൾ കാൽവിനിസമാണ് ശരിയെന്ന് തോന്നും. കാരണം ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ അവർ മനോഹരമായിട്ട് എടുത്തു വെക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ രണ്ട് ക്യാമ്പുകൾ, ഇവാഞ്ചലിക്കൽ വേൾഡിൽ തന്നെ ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഈ രണ്ട് അഭിപ്രായങ്ങളിലും, രണ്ട് ക്യാമ്പിലും എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ നിത്യനാശത്തിലേക്ക് പോകുന്നു എന്നാണ് ഈ രണ്ടു കൂട്ടരും പറയും. മനുഷ്യവർഗത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും നിത്യനാശത്തിലേക്ക് പോകുന്നു, നശിച്ചു പോകുന്നു. അപ്പം ഒന്നിൽ അർമീനിസ്റ്റ് ക്യാമ്പുകൾ പറയുന്നു അങ്ങനെ നശിക്കുന്നതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കാത്തത് കൊണ്ടാണ്. യേശുവിനെ സ്വീകരിക്കൂ, നിങ്ങൾ തിരഞ്ഞെടുക്കൂ, നിങ്ങൾ രക്ഷപ്പെടൂ. അപ്പോൾ കാൽവിനിസ്റ്റുകൾ പറയുന്നു നിങ്ങളുടെ കുറ്റമല്ല, കാരണം തമ്പുരാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ചോയ്സ് ഇല്ല, നിങ്ങളുടെ വിധി അതാണ് എന്ന് മനസ്സിലാക്കുക, നിങ്ങൾ നരകത്തിലേക്ക് പോവുക, ഞങ്ങൾക്ക് സ്വർഗീയ തീവണ്ടിയിൽ ടിക്കറ്റ് കിട്ടിയിരിക്കുന്ന ദൈവം തെരഞ്ഞെടുത്താണ്, ഞങ്ങൾ ആ വണ്ടിയിൽ അങ്ങോട്ട് പോകും. അങ്ങനെയാണ് അവർ പറയും. അപ്പൊ ഇതിലേതാണ് സത്യം? ഇതാണ് ദീർഘനാളുകളായി പാശ്ചാത്യ ക്രിസ്തീയ ലോകത്തെ വലിയ ചർച്ചകളും സംവാദങ്ങളും തർക്കങ്ങളും എല്ലാം ഉണ്ടായ വിഷയം. ഇതിലേതാണ് ശരി എന്നുള്ളതിലാണ് തർക്കം. പക്ഷെ തർക്കിക്കേണ്ട ആവശ്യമില്ല, ഇത് രണ്ടും തെറ്റാണ്. അപ്പൊ ഇത് തർക്കിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, കാരണം ഇവർ രണ്ടും അബദ്ധമാണ് പറയുന്നത്. അപ്പൊ ദൈവത്തെക്കുറിച്ച്, അപ്പൊ ദൈവത്തിന് ഓൾ നോവിങ് ഗോഡ്, നമ്മൾ ഇന്നലെ ചിന്തിച്ച പോലെ ഈ ഓൾ നോവിങ് ഗോഡിന് തെറ്റുപറ്റുമോ? ദൈവത്തിന്റെ ഹിതത്തെ നിവർത്തിക്കുവാൻ വേണ്ടി ദൈവം ഒരു മനുഷ്യന്റെ തീരുമാനത്തിനായിട്ട് കാത്തു നിൽക്കുന്നുവോ? നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി, അത് നിവർത്തിയാകാൻ വേണ്ടി ദൈവം മനുഷ്യന്റെ തീരുമാനത്തെ കാത്തു നിൽക്കുവോ? സദൃശ്യവാക്യങ്ങൾ 25-ാം അധ്യായത്തിൽ വളരെ മനോഹരമായ ഒരു വാക്യമുണ്ട്. സദൃശ്യവാക്യങ്ങൾ 25-ല് കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വം, കാര്യങ്ങൾ ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് ടു കൺസീൽ തിങ്സ്. അപ്പൊ ദൈവത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മറച്ചു വെക്കുക. രാജാക്കന്മാരുടെ മഹത്വം എന്താണ്? രാജാക്കന്മാരുടെ മഹത്വം സെർച്ച് ഔട്ട് എ തിങ്, കാര്യങ്ങൾ ആരാഞ്ഞറിയുക. നമ്മുടെ ദൈവം രാജാക്കന്മാരുടെ രാജാവാണ്.
രാജാക്കന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കിങ് ഓഫ് കിങ്സ്. അപ്പൊ നമ്മളെങ്ങനെയാണ് കിങ് ആകുന്നത്? നിങ്ങളൊരു കിങ് ആണെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ ആരായുന്ന വ്യക്തിയായിരിക്കും. ദൈവം മറച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെ ആരായുന്നവനെയാണ് ബൈബിൾ രാജാവ് എന്ന് വിളിക്കുന്നത്. അപ്പം നിങ്ങൾ ആത്മീക കാര്യങ്ങളിൽ തൽപരരാകുകയും അത് തിരയാൻ പോവുകയും അത് അന്വേഷിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങളൊരു രാജകീയ പദവിയിലേക്കാണ് കയറുന്നത്. രാജാക്കന്മാർ അവർ അന്വേഷിക്കുന്നവരാണ്. ഇപ്പൊ ദൈവത്തിന്റെ വെളിപ്പാടിലൂടെയാണ് ദൈവം ഈ രഹസ്യങ്ങളെ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങള് വായിച്ചു മനസ്സിലാക്കും. കാര്യങ്ങള് വായിച്ച് തെരഞ്ഞെടുക്കുക, അല്ലെ പഠിക്കാൻ നോക്കുക. ഇപ്പം ആ അറിവ്, എന്നാൽ ബൈബിൾ പറയുന്നത് ഗ്രീക്കിൽ ഒരു വാക്കുണ്ട്, അത് എപ്പിഗ്നോസിസ് എന്നാണ് പറയുന്നത്. എപ്പിഗ്നോസിസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന ഒരറിവാണ്. നോസിസ് എന്ന് പറഞ്ഞാൽ സാധാരണയുള്ള അറിവാണ്. എപ്പിഗ്നോസിസ് എന്ന് പറഞ്ഞാൽ കുറെ കൂടെ ആഴമായ അറിവാണ്. അപ്പൊ ആ ഒരു അറിവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവം. നമ്മൾ ദൈവത്തെക്കുറിച്ച് അങ്ങനെ അറിയുവാൻ, ദൈവത്തെ ആരാഞ്ഞറിയുവാൻ, ആരാഞ്ഞറിയുന്ന അറിവിലേക്ക് വളരുവാൻ, അതിനാണ് ദൈവം കാര്യങ്ങളെ മറച്ചു വെക്കുന്നത്. ഇപ്പൊ ദൈവത്തിന്റെ മഹത്വം എപ്പോഴും എന്താണ്? കൺസീൽ തിങ്സ്, കാര്യങ്ങൾ മറച്ചു വെക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ രണ്ട് കാര്യങ്ങൾ കേട്ടത്. ഒന്ന് അർമീനിസ്റ്റുകള്, മറ്റേത് കാൽവിനിസ്റ്റുകൾ. അർമീനിസ്റ്റുകൾ പറയുന്നത് മനുഷ്യൻ തന്നെ ദൈവത്തെ തെരഞ്ഞെടുത്ത് രക്ഷപ്പെടണം, യേശുവിനെ സ്വീകരിക്കണം. കാൽവിനിസ്റ്റുകൾ പറയുന്നു അതിൽ ആവശ്യമില്ല, നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ നീ എങ്ങനെയെങ്കിലും ഇതിനകത്ത് വന്ന് രക്ഷപ്പെട്ടോളും. അതാണ് കാൽവിനിസ്റ്റുകൾ പറയുന്നത്. അപ്പം സങ്കീർത്തനം 18 നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്, നിർമ്മലനോട് ഞാൻ നിർമ്മലനായിരിക്കും, വക്രനോട് ഞാൻ വക്രനായിരിക്കും. നിർമ്മലനോട് ഞാൻ നിർമ്മലനായിരിക്കും, വക്രനോട് ഞാൻ വക്രനായിരിക്കും. ഇത് ഒത്തിരി പേർക്ക് സംശയമുള്ള ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നിർമ്മല ഹൃദയമുള്ളവർക്ക് വെളിപ്പെടും. അതേക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട് മലയാള പ്രസംഗത്തിൽ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പൊ ദൈവത്തിന്റെ തൽരൂപത്തെ കാണുവാൻ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അപ്പൊ വക്രനോട്, ആ വക്രതയുടെ ഗ്രൗണ്ടിലാണ് ദൈവം ഡീല് ചെയ്യുന്നത്. നിർമ്മലനോട് ആ നിർമ്മലതയുടെ മണ്ഡലത്തിൽ ദൈവം ലീഡ് ചെയ്യും. അപ്പൊ ആ ദൈവം അവനെ വന്ന് കാണുന്നത് ആ നിർമ്മലതയിലാണ്. ഇതാണ് അതിന്റെ വ്യത്യാസം. അപ്പം വക്രതയുമുണ്ട്, നിർമ്മലതയുമുണ്ട്. അപ്പം നിർമ്മലതയിലും വക്രതയിലും നമുക്ക് ദൈവമായിട്ട് ഡീല് ചെയ്യാം. അപ്പൊ ഇതേക്കുറിച്ച് പറയുന്നത് ഓസ്റ്റിൻ സ്പാർക്ക് എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ അത് വിശദീകരിക്കുന്നുണ്ട്.
ദൈവത്തെ കാണാനുള്ള, ദൈവത്തെ അറിയാനുള്ള ആഗ്രഹം. ഇപ്പം നമ്മുടെ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണം കുറേ ബുക്ക് മേടിച്ച് വായിക്കാം, അല്ലെങ്കിൽ കുറേ പ്രസംഗം കേൾക്കാം, ഇങ്ങനെ ദൈവത്തെ അറിയാൻ പറ്റും. ഇപ്പം ഞാൻ ഈ ഗ്ലോറിയസ് ഗോസ്പൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വളരെ റെഗുലറായിട്ട്, വളരെ ഗൗരവമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. അവർ ധാരാളം സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് സംശയങ്ങൾ എത്ര ചോദിച്ചാലും തീരത്തില്ല. ഇത് മനസ്സിലായി എന്ന് പറഞ്ഞാലും വീണ്ടും സംശയം പൊങ്ങി വരും. അതിൻ്റെ കാരണം, എത്ര നമ്മൾ കേട്ടാലും എത്ര നമ്മൾ വായിച്ചാലും നമ്മൾ തന്നെ ആ സത്യത്തെ അനുഭവിക്കണം. ഇപ്പൊ ചൂട് എന്ന് പറയുന്ന ഒരു സംഗതി അനുഭവിച്ചിട്ടേ ഇല്ലാത്ത ഒരാളോട് ചൂടിനെ പറ്റി എത്ര പറഞ്ഞാലും, അല്ലെങ്കിൽ ജന്മനാ അന്ധനായ ഒരു വ്യക്തിയോട് സൂര്യനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. സൂര്യനെ കുറിച്ച് പറഞ്ഞ് കാഴ്ചയുള്ള ഒരാൾ ഈ സൂര്യനെ കാണുകയാണ്. ഈ കാഴ്ചയുള്ള ഒരാള് ഈ സൂര്യനെ കാണുന്ന അതേ അളവിൽ ജന്മനാ അന്ധനായ ഒരു മനുഷ്യന് ഈ സൂര്യന്റെ പ്രാഭവം, സൂര്യനെ സംബന്ധിച്ച് വാക്കുകൾ കൊണ്ട് ആ ആളെ ഗ്രഹിപ്പിക്കാൻ കഴിയുമോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക അങ്ങനെ. അപ്പൊ അതുകൊണ്ടാണ് ഇത് എത്ര കേട്ടാലും, ഈ ശമരിയക്കാർ പറയുന്നുണ്ട്, ശമരിയക്കാരത്തി സ്ത്രീയോട് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ, ഇനി മുതൽ നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കാണുകയും കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മുടേതായ ഒരു എക്സ്പീരിയൻസിലൂടെ, ഒരു റെവലേഷനിലൂടെ ദൈവത്തെ ഗ്രഹിക്കണം, ദൈവിക സത്യങ്ങളെ ഗ്രഹിക്കണം. അപ്പൊ അതിനുള്ള ഒരു ഹെൽപ്പിംഗ് ടൂൾസ് മാത്രമാണ് ഇപ്പൊ ഈ ലൈവ് വീഡിയോ ആണെങ്കിലും ഈ ക്ലാസ്സുകളാണെങ്കിലും ഒക്കെ ഒരു ജസ്റ്റ് എ ഗൈഡ് ലൈൻ. അപ്പൊ അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇപ്പൊ എന്നോട് അല്ലെങ്കിൽ അതുപോലെ മറ്റാരെങ്കിലും സംശയങ്ങൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പൊ എന്നോട് സംശയങ്ങൾ ചോദിക്കുന്നവർക്ക് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ അതാണ് നോസിസ് എന്ന് പറയുന്നത്. നോസിസ്. അപ്പൊ ആ നോസിസിലൂടെ ഒരിക്കലും നമ്മൾ ഈ പെർഫെക്റ്റ് ട്രൂത്തിൽ എത്തത്തില്ല. നോസിസിലൂടെ. അപ്പൊ ഈ ഗ്രീക്കിൽ പിന്നെ ഉള്ള ഒരു വാക്ക് ജിനോസ്കോ. ജിനോസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റെവലേഷൻ നോളജ് ആണ്. വെളിപ്പാട് കിട്ടുകയാണ്. വെളിപ്പാട്. എപ്പിഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്യുറേറ്റ് ആൻഡ് പെർഫെക്റ്റ് നോളജ് ആണ്. ആക്യുറേറ്റ് ആൻഡ് പെർഫെക്റ്റ് നോളജ് ആണ്. അപ്പൊ ആക്യുറേറ്റ് ആൻഡ് പെർഫെക്റ്റ് നോളജിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോ ചെയ്യണം. ഇപ്പൊ ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ എഴുന്നേറ്റ് അത് എപ്പോഴെങ്കിലും വന്നൊരു വിളക്കേലോ ചൂടത്തല്ലോ തൊട്ട് കഴിയുമ്പോൾ അതിന് മനസ്സിലാവും ചൂടെന്താണ്, തണുപ്പെന്താണ്. അപ്പോൾ ഓരോന്നും അതിൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ അത് ഗ്രഹിക്കുകയാണ്. പിന്നെ അങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതികളിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, ദൈവം ആരാണെന്നുള്ളതിൽ നമ്മൾ ഗ്രോ ചെയ്ത് വേണം മനസ്സിലാക്കുവാൻ. അപ്പം അത് നമ്മൾ ഈ നോസിസിൽ നിന്ന് എപ്പിഗ്നോസിസിലേക്ക് പോകണം. അപ്പം ആ യാത്രയിൽ നമുക്ക് ഈ ജിനോസ്കോകൾ ഉണ്ടാകും. ഇതൊക്കെയാണ് ഈ നോളജിൻ്റെ ലെവല്. അപ്പൊ അപ്പോസ്തലനായ പൗലൂസ് തന്റെ ലേഖനങ്ങളിൽ പല സ്ഥലത്തും ഉപയോഗിക്കുന്ന ഈ വാക്ക് ഈ എപ്പിഗ്നോസിസ് എന്ന് പറഞ്ഞ ആ വാക്കാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 55-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 55-ാമത്തെ വാക്യം. എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല, ഞാനോ അവനെ അറിയുന്നു. അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ബോഷ്ക് പറയുന്നവനാകും. എന്നാൽ ഞാൻ അവനെ അറിയുന്നു, അവന്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റൊരു വാക്കാണ്. അത് 4-ാമത്തെ ഒരു വാക്കാണ്.
അത് എയ്തോ എന്ന ഒരു വാക്കാണ്. എയ്തോ എന്ന വാക്ക്, അല്ലെങ്കിൽ ഓയിദ എന്നും അത് പറയാറുണ്ട്. ഓയിദ, ആ വാക്കിന്റെ അർത്ഥം അത് അറിവിന്റെ മറ്റൊരു തലമാണ്. അത് അറിവിന്റെ മറ്റൊരു തലമാണ്. അത് നോവറും നോളജും കൂടെ ഒന്നാകുന്നു. അതായത് ഞാൻ തന്നെയാണ് ആ അറിവ്. ആ അറിവ്, അതായത് നോസിസ്, ജിനോസ്കോ, എപ്പിഗ്നോസിസ്, അതെല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ അൾട്ടിമേറ്റ് ലെവലാണ്. ആ അൾട്ടിമേറ്റ് ലെവലിൽ പിന്നെ ഇതൊരു അറിവായിട്ട് നിൽക്കുകയല്ല, അതൊരു അനുഭവമായിട്ട് നമ്മൾ തന്നെയായിട്ട് മാറുകയാണ്. ഇപ്പൊ ഈ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുമ്പോൾ, ഈ ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ ചെല്ലുന്ന ഒരാള് ഈ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് കഴിയുമ്പോൾ ഇങ്ങനെ സ്റ്റിയറിംഗ് പിടിച്ചു. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കണം. അപ്പോൾ ഇത് സ്റ്റിയറിംഗ് നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ വണ്ടി ഇടത്തോട്ട് വലത്തോട്ട്, പിന്നെ ഗിയർ മാറണം. പക്ഷെ ഗിയർ മാറാൻ നേരത്ത് ക്ലച്ച് ചവിട്ടണം. ക്ലച്ച്, വണ്ടി മുന്നോട്ട് പോകണേ ആക്സിലേറ്റർ ചവിട്ടണം. ആക്സിലേറ്റർ, പിന്നെ വണ്ടി സ്ലോ ചെയ്യാനും നിർത്താനും ബ്രേക്ക് ചവിട്ടണം. ബ്രേക്ക്, മഴ പെയ്താൽ വൈപ്പർ ഇടണം. വൈപ്പർ, രാത്രിയായ ലൈറ്റ് ഇടണം. ലൈറ്റ്. അപ്പം ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന ഒരാൾ. പിന്നെ ട്രാഫിക് റൂൾസ്, 100,000 റൂൾസ്. പക്ഷെ ഡ്രൈവിംഗ് നന്നായി പഠിച്ചു കഴിയുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ഇതിനെക്കുറിച്ചൊന്നും ബോധവാനല്ല, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഗിയർ ഏതാണ്, ബ്രേക്ക് ഏതാണ്, ആക്സിലേറ്റർ ഏതാണ്, ക്ലച്ച് ഏതാണ്, ഇതൊന്നും ചിന്തിക്കുന്നേ ഇല്ല. കാരണം അത് അതുപോലെ സ്വായത്തമാവുകയാണ് അറിവ്. അപ്പൊ ആ അറിവ് ഒരു അനുഭവമായി മാറുകയാണ്. അപ്പൊ ഇവിടെ പിതാവിനെ കുറിച്ച് യേശു പറയുകയാണ്, നിങ്ങൾ അവനെ അറിയുന്നില്ല, കാരണം നിങ്ങൾക്ക് എപ്പിഗ്നോസിസ് ഇല്ല എന്നാണ് അവിടെ പറയുന്നത്. യേശു പറയുന്നത് നിങ്ങൾക്ക് എപ്പിഗ്നോസിസ് ഇല്ല എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആക്യുറേറ്റ് നോളജ് നിങ്ങൾക്കില്ല, എപ്പിഗ്നോസിസ് നിങ്ങൾക്കില്ല. എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല. അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു. അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു. നോസിസ് ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ അവനെ നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നു, എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല. നിങ്ങൾക്ക് എപ്പിഗ്നോസിസ് ഇല്ല. അപ്പം നിങ്ങൾക്ക് നോസിസ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് എപ്പിഗ്നോസിസ് ഇല്ല. ഞാനോ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ബോഷ്ക്ക് പറയുന്നവനോ, എന്നാൽ ഞാൻ അവനെ അറിയുന്നു. അത് നോസിസും അല്ല, എപ്പിഗ്നോസിസും അല്ല. യേശു പറയാണ് എയ്തോ എന്ന് പറഞ്ഞാൽ ഞാൻ അവനിലും അവൻ എന്നിലും ആകുന്നു, സമ്പൂർണമായി ലയിച്ചിരിക്കുന്നു. അപ്പൊ ഈ പെർഫെക്റ്റ് കണ്ടീഷൻ, പിതാവുമായിട്ട് ഒന്നു ചേർന്ന് നിൽക്കുന്ന ആ അനുഭവം, അതാണ് യേശു കർത്താവിന് പിതാവെ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകുവാൻ, ഈ പെർഫെക്റ്റ് നോളജിൽ വളരുവാൻ, അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അപ്പൊ അതിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്. ഇവിടെ ഈ പറയുന്ന ഈ തിയോളജി പറഞ്ഞാൽ ദൈവം ആദമിനെ സൃഷ്ടിച്ചു. ആദാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു, വളരെ നല്ലതായിരുന്നു, എവറിത്തിങ് വാസ് പെർഫെക്റ്റ്. പക്ഷെ ആ ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു പരാജയം സംഭവിച്ചു. ആദം പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ആദം പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഏദനിൽ ഇങ്ങനെ നടന്നേനെ. ആദം പഴങ്ങളൊക്കെ ഭക്ഷിക്കുക, ആദമിന് മക്കളുണ്ടായി, എല്ലാവരും ഇങ്ങനെ ഊഞ്ഞാലാടുക, ഏദനിൽ കൂടെ നടക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു തോട്ടവും, ആ തോട്ടത്തിൽ കുറച്ച് പ്രാകൃതരായ മനുഷ്യർ, നഗ്നരായ മനുഷ്യർ, കാരണം നാണം തോന്നുന്നില്ല. അപ്പം മൃഗതുല്യരായിട്ട് അല്ലെങ്കിൽ നഗ്നരായിട്ട് സ്വതന്ത്രരായിട്ട് ഏതും തോട്ടത്തിൽ കൂടെ ഇങ്ങനെ കുറെ ആളുകൾ നടക്കുക. ഇതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ തകിടം മറിച്ചുകൊണ്ട് ആദം വീണുപോയി. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ തകിടം മറിച്ചുകൊണ്ട്, അപ്പോൾ തകിടം മറിക്കപ്പെടാവുന്ന ഉദ്ദേശങ്ങളുള്ള ഒരാളാണ് ദൈവം.
ഇപ്പൊ ഓൾ നോവിങ്, ആരംഭത്തിങ്കൽ തന്നെ അവസാനത്തെ അറിയുന്ന ദൈവം. അപ്പൊ ഓൾ നോവിങ് ഗോഡ് അങ്ങനെ ഇങ്ങനെ. ഇപ്പൊ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം, ഹൂ പ്ലാന്റഡ് ദാറ്റ് ട്രീ? ആരാണ് അത് പ്ലാന്റ് ചെയ്തത്? ഓ മറിയാമേ, ഞാൻ തോട്ടക്കാരൻ തന്നെ. അപ്പൊ ആരായി തോട്ടക്കാരൻ? എന്റെ പിതാവ് തോട്ടക്കാരനാകുന്നു. ആ പിതാവാണ് ഈ തോട്ടം പ്ലാന്റ് ചെയ്തത്. ആ പിതാവ് എന്ത് ചെയ്തു? എന്നാ ഈ കുഴപ്പം പിടിച്ചു കാണണ്ട എന്ന് പറഞ്ഞ് ഇത് ആ തോട്ടത്തിന്റെ ഏതെങ്കിലും മൂലയെ കൊണ്ട്, ഒരുപാട് മരങ്ങളൊക്കെ നിൽക്കുന്നിടത്ത് വല്ല മൂലയിലോ വല്ലതും കൊണ്ട് വെക്കണ്ടേ? അപ്പൊ ഇവന്റെ കണ്ണിൽ പോലും പെടത്തില്ല. കാരണം ഇവ വേറെ ഒത്തിരി മരങ്ങളുണ്ട്, അതെല്ലാം പറിച്ച് തിന്ന് അതൊരു ഊഞ്ഞാലും എല്ലാം അടിവ നടന്നോളൂ. ഇത് കൃത്യം നടുക്ക്. അപ്പൊ ഈ തോട്ടത്തിന്റെ കൃത്യം നടുക്കൊണ്ട് വെച്ചു, പെട്ടെന്ന് കണ്ണിപ്പെടുന്നവർ. എന്നാ പിന്നെ ഇങ്ങനെ നടുക്കാ വെച്ചിരിക്കുന്ന ഒരു വേലി കെട്ടി വെക്കാൻ മതി. വേലി കെട്ട, അല്ലെങ്കിൽ 2 കെരൂബിനെ തീയും ആളുമായിട്ട് നിർത്തി. അവിടെ ഒരു ഗാർഡും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി മനസ്സിലായോ? ദൈവം സൃഷ്ടിച്ച തോട്ടം, ദൈവം സൃഷ്ടിച്ച തോട്ടത്തിന്റെ നടുക്ക് ഒരു വേലി പോലും ഇല്ലാതെ ഈ വൃക്ഷം കൊണ്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നിലവിളിക്കുകയാണ്, ദൈവത്തിന്റെ പദ്ധതി പരാജയപ്പെട്ടു. അപ്പൊ പ്ലാൻ ബി, പ്ലാൻ എ പരാജയപ്പെട്ടു. അപ്പൊ ദൈവം പ്ലാൻ ബി എടുത്തോണ്ട് വരികയാണ്. അപ്പൊ പ്ലാൻ ബി ഉണ്ടെങ്കിൽ ആ ദൈവം അല്ല, ദൈവമായിരിക്കാൻ യോഗ്യൻ അല്ല. മനസ്സിലായോ? അതായത് ആരംഭത്തിങ്കിൽ തന്നെ അവസാനത്തെ അറിയുന്ന സർവശക്തനായ ഓൾ നോവിങ്, ഓൾ പവർഫുൾ ഗോഡ് ആണെങ്കിൽ ആ ഗോഡിന് ഒരു ഫെയിലിയർ ഉണ്ടാകാൻ പാടില്ല. ഓ സോറി എന്ന് പറഞ്ഞ അപ്പൊ നെക്സ്റ്റ് പ്ലാൻ ബി നോക്കാം. അപ്പൊ ദൈവമല്ല. അപ്പൊ ദൈവശാസ്ത്രം പരാജയപ്പെടുകയാണ്, തകർന്ന് കൊളാപ്സ് ചെയ്യുകയാണ് നിങ്ങളുടെ ദൈവശാസ്ത്രം. അപ്പൊ അതുകൊണ്ട് ഫോൾ ഓഫ് ആദം, ആദമിന്റെ വീഴ്ച, ഫോൾ ഓഫ് ആദം വാസ് എ പാർട്ട് ഓഫ് ഗോഡ്സ് പ്ലാൻ. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയുടെ അവിഭാജ്യമായ ഘടകമായിരുന്നു ആദാമിന്റെ വീഴ്ച എന്ന തരത്തിൽ നമ്മുടെ ദൈവശാസ്ത്ര ധാരണകളും ബോധ്യങ്ങളും ഉണ്ടാകണം. ആ ധാരണകളിൽ നിന്നും ബോധ്യങ്ങളിൽ നിന്നും നമ്മുടെ പഠനങ്ങൾ പുരോഗമിക്കണം. അവിടെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഗ്ലോറിയസ് ഗോസ്പലിന്റെ ശ്രേഷ്ഠത. അവരെ സംബന്ധിച്ച് അവരുടെ ഈ അർമീനിസ്റ്റ് ക്യാമ്പ് ആണെങ്കിലും കാൽവിനിസ്റ്റ് ക്യാമ്പ് ആണെങ്കിലും ഈ കാര്യങ്ങളിൽ വിശദീകരണം നൽകുവാൻ അവർ ദയനീയമായി പരാജയപ്പെടുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിയാനുള്ള ഒരാഗ്രഹം, ആ ആഗ്രഹം നമ്മിൽ വളരുകയാണ്. ഇപ്പോൾ ഒരാളെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിപ്പിടിക്കുകയാണ്. വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ അയാൾ ആഗ്രഹിക്കും ഈ വെള്ളത്തിന് മുകളിലേക്ക് വരാൻ. എങ്ങനെ ആഗ്രഹിക്കും? അതിതീവ്രമായി പൂർണ്ണ ശക്തിയോടെ ആഗ്രഹിക്കും ഇതിന് മുകളിലേക്ക് വരാൻ, സർവശക്തിയും എടുത്ത് ഇങ്ങനെ പൊങ്ങും. അതുപോലെ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനോട് ദൈവം അവനിൽ തന്നെ വെളിപ്പെടുത്തും. അവന്റെ വഴികളെ അവൻ കാണിച്ചു കൊടുക്കും, അവന്റെ പദ്ധതികളെ അവൻ വെളിപ്പെടുത്തും. അപ്പോൾ അവനിൽ അത് എപ്പിഗ്നോസിസ് ആയി മാറും. അപ്പൊ അങ്ങനെയുള്ള ഒരു സീക്വൻസ് ഓഫ് ജിനോസ്കകളിലൂടെ അവൻ എപ്പിഗ്നോസിസ് എന്നുള്ള ഒരു ലെവലിൽ എത്തും. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ ജ്ഞാനത്തിൽ വളരണം. അതാണ്. അല്ലാതെ നമ്മൾ വളരെ അലസരായിട്ടിരുന്നിട്ട് എന്തെങ്കിലും പോകുന്ന വഴിക്ക് കേൾക്കാം, അങ്ങനെ കിട്ടട്ടെ, അറിയട്ടെ. അങ്ങനെ അറിയുന്ന ആളുകൾ, അവർക്ക് എപ്പോഴും നോസിസ് ലെവലിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ അങ്ങനെയുള്ള ആളുകളോട് ദൈവം എന്തായിരിക്കും? വക്രനായിരിക്കും.
മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ ലൈവ് കേട്ടു. അപ്പൊ അത് കഴിയുമ്പോൾ വേറൊരാൾ അപ്പുറം ഇരുന്ന് അത് പറയുന്നത്, അപ്പൊ അതായിരിക്കും ശരി, അപ്പുറം ഇരിക്കുന്ന വേറൊരാള് അപ്പൊ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം ദൈവം പറയും, വക്രനോട് ഞാൻ എപ്പോഴും വക്രനായിരിക്കും, നിർമ്മലനോട് ഞാൻ നിർമ്മലൻ ആയിരിക്കും. അല്ലേ? നമ്മൾ മിക്കവാറും നമ്മൾ കേൾക്കുന്ന പാട്ടല്ലേ, നിർമ്മലരിൽ കനിയും നിർമ്മലനാം ദേവ, അല്ലേ? നിർമ്മലരിൽ കനിയും നിർമ്മലനാം ദേവ. നിങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ, അപ്പം നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവ് എനിക്ക് ഇത് അറിയുവാനുള്ള ഒരദമ്യമായ വാഞ്ച എനിക്ക് തരണമേ. നമ്മുടെ ഹൃദയത്തിന്റെ പ്രാർത്ഥന അതായിരിക്കട്ടെ. അപ്പൊ ഈ സോവർണിറ്റി എന്നുള്ള ഒരു വിഷയമാണ്. അപ്പൊ സോവർണിറ്റിയുടെ അവരുടെ ഏറ്റവും ഫേവററ്റ് പാസേജിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ സോവർണിറ്റിയെ കുറിച്ച് നമ്മൾ നോക്കുകയാണ്. അത് 9-ാം അധ്യായം റോമാലേഖനം. അവിടെ ഒരു സംഭവമാണ് പറയുന്നത്. റിബേക്ക നമ്മുടെ പിതാവ് ഇസാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. ഇപ്പൊ ഇരട്ട കുട്ടികൾ ഗർഭത്തിലുണ്ടാകുന്നതിനെ കുറിച്ചാണ്. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ, ആകെ നാം എന്തു പറയേണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടോ? പൗലോസ് ഉത്തരം പറയുന്നു, ഒരു നാളുമില്ല. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നല്ലോ. പുറപ്പാട് പുസ്തകം 33:19 പൗലോസ് ലീഹ ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. അപ്പൊ ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. സോ സോവർണിറ്റി ഓഫ് ഗോഡ്. അപ്പം മനുഷ്യന്റെ പങ്കുകൊണ്ടല്ല. ഇതിനകത്ത് ട്രൂത്ത് ഉണ്ട്, പക്ഷെ കാൽവിനിസ്റ്റുകൾ പറയുന്ന വിധത്തിൽ ഒരു ഭാഗികമായ വീണ്ടെടുപ്പോ ഭാഗികമായ രക്ഷയോ അല്ല ദൈവത്തിന്റെ പദ്ധതി. അതാണ് നമ്മൾ പറയുന്നത്. ഇതാണ് കാൽവിനിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട ഒരു വാദം. അപ്പൊ ആരോട് കരുണ തോന്നണമെന്ന് ദൈവത്തിന് തോന്നുന്നോ അവരോട് ദൈവം കരുണ തോന്നും. അപ്പൊ രണ്ട് സംഭവങ്ങള് അവിടെ, രണ്ട് പഴയ നിയമ സംഭവങ്ങളെ എടുത്ത് കാണിക്കുകയാണ് പൗലോസ്. ഒന്ന്, ഇസഹാക്കിന്റെ മക്കൾ യാക്കോബും ഏശാവും ജനിക്കുന്ന, ഏശാവിനെ ദ്വേഷിച്ചു യാക്കോബിനെ സ്നേഹിച്ചു എന്ന ഭാഗവും. രണ്ട്, ഫറവോനെ മോശയെയും കൂടെ കമ്പയർ ചെയ്ത് ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി ദൈവം നിർത്തിയിരിക്കുന്നു. അതാണ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു കൺക്ലൂഷനായിട്ട് അവിടെ പറയുകയാണ്, ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ ഇത് സംഭവിക്കുന്നത്. അതിനുശേഷം പൗലോസ് ഒരു അനാലജി പറയുകയാണ്. അതൊരു കുശവൻ മണ്ണുകൊണ്ട് പാത്രം ഉണ്ടാക്കുകയാണ്. കുശവൻ മണ്ണുകൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കുമ്പോൾ ആ പാത്രത്തിന്റെ മേൽ കുശവനാണ് അധികാരം. അവൻ തനിക്കിഷ്ടമുള്ള പാത്രം അത് ഇഷ്ടമുള്ള രീതിയിൽ ആ മണ്ണുകൊണ്ട് ഉണ്ടാക്കും. അതുകൊണ്ട് മണ്ണൊരിക്കലും ആ കുശവനോട് മറുത്തു പറയാറില്ല. മണ്ണൊരിക്കലും കുശവനോട് ചോദിക്കാറില്ല എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പണിതത് എന്ന്. അപ്പം നമ്മൾ മണ്ണാണെന്നും ദൈവമാണ് കുശവനെന്നും ദൈവത്തിന്റെ പണിയാണ് നടക്കുന്നതെന്നും പൗലോസ് ലീഹ വളരെ ഭംഗിയായിട്ട് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ധാരണ, ആദാം വീണു പോകാൻ ദൈവം ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല. വീണു പോകാത്ത ഒരു ആദാമിനെയാണ് ദൈവം സൃഷ്ടിച്ചത്. പക്ഷെ ആദാം ഫ്രീ വില്ല് കൊണ്ട് വീണു. ആദാമിന്റെ സ്വതന്ത്ര ഇച്ഛാശക്തിയാൽ ആദാം വീണു. പിന്നീട് ദൈവത്തിന്റെ കരുണയാൽ ദൈവം വളരെ ബുദ്ധിമുട്ടി വേറൊരു പ്ലാൻ തയ്യാറാക്കി. അതത്ര പോരെന്ന് കണ്ടപ്പോൾ ദൈവം പിന്നെ വേറൊരു പ്ലാൻ തയ്യാറാക്കി. അതും അത്ര പോരാ എന്ന് കണ്ടപ്പോൾ ദൈവം പിന്നെ പുത്രനെ അയച്ചു. ഇതാണ് ഇപ്പൊ ദൈവം എത്ര പ്രാവശ്യമാണ് പരാജയപ്പെടുന്നത് നോക്കുക. ഇപ്പൊ ദൈവത്തിന്റെ പരാജയങ്ങളുടെ ഒരു തുടർക്കഥ അവതരിപ്പിക്കുക, അതെല്ലാം തെറ്റാണ്. കാരണം ഈ സംഭവിച്ചതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗം മാത്രമാണ്. ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം സർവജ്ഞാനിയും സർവശക്തനും സ്വയം സ്ഥിതനും സർവവ്യാപിയും ആയ ദൈവത്തിൽ വിശ്വസിക്കുന്നു. സോ ഓൾ നോവിങ്, ഓൾ പവർഫുൾ ഗോഡാണ്. മിസ്റ്റേക്കുകൾ വരാൻ പാടില്ല. ഇവരുടെ തിയോളജി നമ്മൾ എടുത്താൽ ദൈവം പരാജയപ്പെട്ടവനാണ്. ഇനി നിങ്ങൾ ചിന്തിക്കാൻ, നിങ്ങളുടെ ദൈവം പരാജിതനാണോ ജയാളിയാണോ? ഇപ്പൊ ജയാളിയായ ഒരു ദൈവം,
സർവശക്തനായ ഒരു ദൈവം, സർവജ്ഞാനിയായ ഒരു ദൈവം, ആ ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വാക്യത്തിലേക്ക്, ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഏറ്റവും ഫേവറേറ്റ് വേഴ്സ്, അത് എഫേസ്യ ലേഖനം 1-ാം അധ്യായമാണ്. നമ്മൾ അവിടേക്ക് പോവുകയാണ്. എഫേസ്യ ലേഖനം 1:4 നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അപ്പൊ ഈ സുവിശേഷം ലോകസ്ഥാപനത്തിനു മുമ്പ് സംഭവിച്ചു കഴിഞ്ഞു. അവിടെ അവൻ നമ്മെ നിഷ്കളങ്കരായി വിശുദ്ധരായി കാണുകയും നമ്മെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. ഉലകസ്ഥാപനത്തിനു മുമ്പ് സംഭവിച്ച ഒന്നാണ് സുവിശേഷം. അപ്പം അതാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിന് പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല. അപ്പം ഗോഡ്സ് റിയാക്ഷൻസ് പ്രസംഗിക്കുന്നതാണ് അവരുടെ സുവിശേഷം. മനസ്സിലായോ? നമ്മുടെ സുവിശേഷം ഗോഡ്സ് ആക്ഷൻസ് ഓഫ് ഗോഡ് നമ്മൾ പ്രസംഗിക്കുകയാണ്. നമ്മൾ പറയുകയാണ് ആക്ഷൻസ് ഓഫ് ഗോഡ്. പെന്തക്കോസ്തുകാരുടെ സുവിശേഷം റിയാക്ഷൻസ് ഓഫ് ഗോഡ്. വ്യത്യാസമുണ്ട്. അതായത് മനുഷ്യന്റെ മനോഭാവങ്ങൾക്കോ വീഴ്ചകൾക്കോ പാപപ്രകൃതികൾക്കോ പാപപ്രവൃത്തികൾക്കോ മനുഷ്യന്റെ പ്രവൃത്തികൾക്കോ വാക്കുകൾക്കോ ഒക്കെ അത് കണ്ടിട്ട് ദൈവം എന്ത് ചെയ്യാണ്? പ്രതികരിക്കുകയാണ്. അപ്പൊ മനുഷ്യന്റെ മനോഭാവത്തിനനുസരിച്ച് ദൈവത്തിന് മാറ്റം വരികയാണ്. എന്ന് ഞാൻ വെക്കുമ്പോഴേക്കും എന്ന് ദൈവം വെക്കും. മനസ്സിലായോ? നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത്, വില്ലൻ വന്നിട്ട് ഇങ്ങനെ വെക്കും, നായകൻ ഇങ്ങനെ വെക്കുക, അങ്ങനെ പിന്നെ സ്റ്റണ്ട് നടക്കാൻ വേണ്ടി വരുക. ദൈവം ഗതിഭേദത്താലുള്ള ആച്ഛാദനത്തിന് വിധേയപ്പെടാത്തവനാണ്. ദൈവം ഗതിഭേദത്താലുള്ള ആച്ഛാദനത്തിന് വിധേയപ്പെടാത്തവനാണ്. അപ്പം റിയാക്ഷൻ ഇല്ല ദൈവത്തിന്. നമ്മൾ ചെയ്യുന്നതനുസരിച്ച് റിയാക്ട് ചെയ്യാനിരിക്കുകയല്ല. ദൈവത്തിനുള്ളത് ഇറ്റേണൽ പർപ്പസ്, പ്രിവൈലിംഗ് പ്ലാൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ജയിക്കുന്ന പദ്ധതികൾ, നിത്യമായ ഉദ്ദേശങ്ങൾ. അപ്പൊ ദൈവിക പദ്ധതികളെയും ദൈവിക ഉദ്ദേശങ്ങളെയും മനസ്സിലാക്കണം. നിങ്ങൾ ഈ മനുഷ്യനെ പോലെയുള്ള ഒരാളാണ് ദൈവം എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ പറ്റുന്നത്. ദൈവം ഒരിക്കലും എന്തില്ല, നമ്മുടെ പ്രവൃത്തിയോട് റിയാക്ട് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും റിയാക്ഷൻസ് ഓഫ് ഗോഡ് അല്ല നമ്മുടെ തിയോളജിയുടെ അടിസ്ഥാനം. നമ്മുടെ തിയോളജിയുടെ അടിസ്ഥാനം പ്ലാൻ ആൻഡ് പർപ്പസ് ഓഫ് ഗോഡ്. അപ്പൊ ഇറ്റേണൽ പ്ലാൻ ഓഫ് ഗോഡ്. അപ്പൊ ആ പ്ലാൻ അനുസരിച്ച് നമ്മെ എന്ത് ചെയ്യാ? ഉലകസ്ഥാപനത്തിനു മുമ്പ് തിരഞ്ഞെടുത്തു, നിയമിച്ചു, മുൻ നിയമിച്ചു. അതാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന വാക്ക്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വാക്ക്. നമ്മളെ മുൻ നിയമിച്ചു. പൗലോസ് പറയാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 28-ാമത്തെ വാക്യം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. മനസ്സിലായോ? നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഹൈലൈറ്റ് ചെയ്ത് വെക്കേണ്ട വാക്യമാണ് ഈ വാക്യം. വരച്ചു വെക്കാൻ പറ്റുന്നവർ വരച്ചു വെക്കുക, അല്ലെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അവിടെ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. God's ultimate purpose is to be all in all. സകലത്തിലും സകലവും ആകേണ്ടതിന്, എല്ലാത്തിനെയും നിറയ്ക്കുന്നവന്റെ നിറവ്. അപ്പൊ സകലത്തിലും സകലവും ആകേണ്ടതിന്, അപ്പൊ ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അപ്പൊ ദൈവം സകലത്തിലും സകലവും ആകുക
വാട്ട് ഈസ് ദ എറ്റേണൽ പ്ലാൻ ഓഫ് ഗോഡ്? ഇപ്പം അടുത്ത ക്വിസിന് വരുന്ന ചോദ്യമാണ്. ഇപ്പൊ എറ്റേണൽ പ്ലാൻ ഓഫ് ഗോഡ്, ദൈവം സകലത്തിലും സകലവും ആകുക എന്നുള്ളതാണ് പ്ലാൻ. ദൈവം സകലത്തിലും സകലവും ആവുക, അതിനുവേണ്ടിയാണ് ദൈവം അതിനെ നിയമിച്ചത്. പിന്നെ വേറൊരു വാക്യം വായിക്കാം, ഞാനിവിടെ കുറിച്ച് വെച്ചിരിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 35-ാമത്തെ വാക്യം. അവൻ സർവഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു, സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവന്റെ കൈ തടുപ്പാനോ നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. അപ്പൊ ദൈവത്തിന്റെ പവർ, അവന്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിപ്പാനോ അവന്റെ കൈ തടുപ്പാനോ ആർക്കും കഴിയുകയില്ല. നമ്മൾ ഈ കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് ഉള്ള ഒരു ഗ്രാഹ്യം നമുക്കുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം പത്രോസിന്റെ പ്രസംഗമാണ്. അതിനകത്ത് 18-ാമത്തെ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ, ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അപ്പൊ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, സകലതും യഥാസ്ഥാനമാകും, സകലതും യഥാസ്ഥാനത്താകുവോളം. അപ്പോ യൂണിവേഴ്സൽ റിസ്റ്റോറേഷനാണ്, സകലത്തെയും യഥാസ്ഥാനത്താക്കുന്നതിന് വെച്ചു. കൊലാസി ലേഖനം 1:20 നമ്മൾ വായിക്കുന്നത്, അവൻ കുരിശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അപ്പം ഓൾ തിങ്സ്, സകലവും, ഇപ്പൊ സകലത്തെയും റിസ്റ്റോർ ചെയ്യും എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. സകലത്തെയും ദൈവം റിസ്റ്റോർ ചെയ്യുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അവൻ ദൈവത്തിന് സകലത്തിലും സകലവും ആയിത്തീരുക എന്നുള്ളതാണ് അവന്റെ ഇറ്റേണൽ പർപ്പസ്. അതാണ് അതിന്റെ ഇറ്റേണൽ പ്ലാൻ ആൻഡ് പർപ്പസ് എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി, ഉലക സ്ഥാപനത്തിന് മുമ്പ് ഉള്ള പദ്ധതി. ഇപ്പൊ ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അപ്പൊ ഇവരുടെ സുവിശേഷം തന്നെ ബ്ലാസ്ഫമിയാണ്, ദൈവദൂഷണമാണ്. കാരണം ദൈവം ഒരു മനുഷ്യനെ ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കുന്നു, പാവം ദൈവം മണ്ണൊക്കെ കുഴച്ച് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ്, മണ്ണെല്ലാം കുഴച്ച് ഇങ്ങനെ ഒരു ദൈവത്തെ മനുഷ്യനെയൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് ഊതി അവന് ജീവൻ കൊടുത്തു, ഒരു തരത്തിലൊരു തോട്ടമൊക്കെ സംഘടിപ്പിച്ചു, കുറച്ച് ബാങ്ക് ലോണും എല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് ഒരു വേലിയെല്ലാം കെട്ടി, അവസാനം നടുക്കൊരു പണ്ടാരം പിടിച്ചൊരു മരം ഉണ്ടായിരുന്നു, അതിനാണ് ഒരു വേലി കെട്ടാൻ പറ്റിയില്ല. കാരണം അതിന് ചെറിയൊരു കൈവായ്പ ചോദിച്ചായിരുന്നു, അത് കിട്ടിയില്ല. ഇങ്ങനത്തെ ഒരു ധാരണയാണ് നമുക്ക്. അപ്പൊ ദൈവ പദ്ധതിയിൽ നിന്ന് പുറത്ത്, ദൈവ പദ്ധതിക്ക് പുറത്ത് നത്തിങ് വിൽ ഹാപ്പൻ. നിങ്ങൾക്ക് എഗ്രി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അപ്പൊ അവിടെയാണ് നിങ്ങളുടെ ദൈവശാസ്ത്രം മാറ്റുരയ്ക്കപ്പെടുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം. അവിടെയാണ് ആ വാക്യം അർത്ഥപൂർണമായി തീരുന്നത്. വക്രനോട് ഞാൻ വക്രനായിരിക്കും, നിർമ്മലനോട് ഞാൻ നിർമ്മലനായിരിക്കും. അപ്പം നിങ്ങളിപ്പോഴും വക്രതയുടെ ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ 100,000 തിയോളജികൾ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം സർവശക്തനാണോ, സർവജ്ഞാനിയാണോ, ഓൾ നോവിങ്, ഓൾ പവർഫുൾ, ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്ന, ഒരിക്കലും പിഴയ്ക്കാത്ത ആ ദൈവം, അങ്ങനെയാണ്. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് പുറത്ത് ഒന്നും സംഭവിക്കുന്നില്ല. നത്തിങ്, നോട്ട് എ സിംഗിൾ തിങ്. ആ ദൈവത്തിന്റെ പൊന്നോമന പുത്രൻ ഈ ഭൂമിയുടെ പരപ്പിൽ കാല് ചവിട്ടി നിന്നിട്ട് പറയുകയാണ്, എന്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ നിന്റെ തലയിലെ ഒരു രോമം പോലും താഴെ വീഴുകയില്ല. അപ്പൊ ഈ യൂണിവേഴ്സിനെ നോക്കിക്കഴിയുമ്പോൾ ആ യൂണിവേഴ്സിലെ ഏറ്റവും ഇൻസിഗ്നിഫിക്കന്റ് ആയ ഒരു സംഭവമാണ് ഒരു മനുഷ്യന്റെ രോമം താഴെ വീഴുക എന്നുള്ളത്.
യേശു കർത്താവ് പറയാണ്, എന്റെ പിതാവിന്റെ പദ്ധതിക്ക് പുറത്ത് നിന്റെ ഒരു രോമം പോലും താഴെ വീഴുകയില്ല. എല്ലാം ഈ പ്ലാന്റ് അകത്തുള്ളതാണ്. അപ്പോഴാണ് ദൈവം അറിയാതെ ഇവൻ പോയി പഴം മേടിച്ച് തിന്നുന്നത്. ദൈവം അറിയാതെ അവൻ പഴം മേടിച്ച് തിന്നു. അപ്പൊ അവിടെയാണ് നമുക്ക് തെറ്റ്. നമ്മൾ ഈ ആദമിനെ പെർഫെക്റ്റ് ആയിട്ട് സൃഷ്ടിച്ചു, പെർഫെക്റ്റ് ആയിട്ട്. പക്ഷെ അവൻ പാപം ചെയ്തു, മൊത്തം കുളമായി. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയല്ല. സങ്കീർത്തനങ്ങളുടെ പുസ്തകം, സങ്കീർത്തനം 8-ാം സങ്കീർത്തനം 8-ാം സങ്കീർത്തനം 5-ാം വാക്യം. മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന്, മർത്യനെ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തും മാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അപ്പം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ എന്തായിരുന്നു? മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ he was little lower than God. He was little lower than God. He was inferior. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു. ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യൻ. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. അയ്യോ, കണ്ട നിങ്ങളുടെ പേരെന്താ? പ്രിൻസ് ജോസ് എന്നുള്ള പേര് അവസാനം കാണുന്നത്. ഇപ്പൊ പ്രിൻസ് ജോസിനൊരു കുഞ്ഞൻ. പ്രിൻസിനെ പോലെ തന്നെ ഇരിക്കും. പക്ഷെ പ്രിൻസിനെ പോലെ തന്നെ ഇരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസ് ചെയ്യുന്ന പോലെ കണക്ക് ചെയ്യാൻ കൊച്ചിന് പറ്റുമോ? പ്രിൻസ് ടൈപ്പ് ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ആ ഷേപ്പുണ്ട്. അപ്പൊ ആദം ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമായിരുന്നു എങ്കിലും ലോവറായിരുന്നു, ദൈവത്തെക്കാൾ അല്പം താഴ്ത്തിയായിരുന്നു. അപ്പൊ ആ ഒരു ഗ്യാപ്പുണ്ട്. ദൈവം ഇവിടെ നിൽക്കുന്നു, ആദം ഇവിടെ നിൽക്കുന്നു. ദൈവം ഇവിടെ നിൽക്കുന്നു, ദൈവം ഇവിടെ നിൽക്കുന്നു, ആദം ഇവിടെ. കണ്ടോ? ഇവിടെ ദൈവം നിൽക്കുന്നു, ഇവിടെ ആദം നിൽക്കുന്നു. ഛായയും സാദൃശ്യവും ഉണ്ട്. അപ്പം വാട്ട് വാസ് ദ അൾട്ടിമേറ്റ് പ്ലാൻ ഓഫ് ഗോഡ്? ദൈവത്തിന്റെ പരമമായ ഉദ്ദേശം എന്താണ്? അവനോട് തുല്യം നാമാകാൻ, നമ്മെ പോലെ അവനായി. കണ്ടോ? അപ്പൊ നമ്മെ ഈ അല്പം താഴ്ചയിൽ സൃഷ്ടിക്കപ്പെട്ട ആദം എലിവേറ്റ് ചെയ്യപ്പെട്ട് ദൈവതുല്യമായി മാറണം. പാർട്ടേക്കർ ഓഫ് ഹിസ് ഡിവൈൻ നേച്ചർ, അവന്റെ ദിവ്യ സ്വഭാവത്തിൽ പങ്ക് കിട്ടണം. So the fall of Adam was a part of plan of God. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആ വീഴ്ച സംഭവിച്ചത്. അത് വേണ്ടായിരുന്നു. പിന്നെ തോട്ടത്തിൽ തന്നെ അങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു. ഇപ്പൊ എന്തിനാ ഈ കഷ്ടതയുള്ള ഈ മൊത്തം ഈ കയോസിന്റെ ഇടയിലേക്ക് വന്നു? എന്തോ ഒരു യിരെമ്യാവിനെ അപ്പൊ പറഞ്ഞു, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് പോകും. അവിടെ ചെന്നപ്പോ ഒരു പാത്രം ഉണ്ടാക്കുന്നു കുശവൻ. യിരെമ്യാവ് ദൈവം പറഞ്ഞു വിട്ടതാണ്. യിരെമ്യാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുശവന്റെ ചക്രത്തിൽ നിന്ന് പാത്രം ഉണ്ടായി വരുന്നു, കൈ ഇങ്ങനെ ഓടിക്കുന്നു. അപ്പം യിരെമ്യാവ് മനസ്സിൽ ഇവനെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ കുശവനെ. വെരി ബ്യൂട്ടിഫുൾ. അപ്പൊ നല്ല ഭംഗിയുള്ള പാത്രമാണ്. അപ്പൊ അത് അവസാനം പൊക്കിയെടുത്താൽ മതി. ബലേ ബേഷ്, നന്നായിരിക്കുന്നു, ചൂളലിട്ട് വെക്കുക, പാത്രം റെഡി. അപ്പൊ എന്താ, ആ പാത്രം കൈ നിന്ന് പോയി. ദൈവം പറയാണ്, നീ എന്തിനാ അതിനകത്ത് പ്രയാസപ്പെടുന്നത്? അതിലും ഭംഗിയുള്ള ഒരു പാത്രം ഇപ്പോൾ വരും.
അപ്പൊ ഏദനിൽ ഉടഞ്ഞുപോയ ആ പാത്രത്തെക്കാൾ മികച്ച ഒരു പാത്രം കാൽവരിയിൽ പണിയപ്പെടുകയാണ്. ഏദനിൽ ഉടഞ്ഞുപോയ ആ പാത്രം, കാരണം ഏദനിൽ ഉടച്ച പാത്രം, ഹി വാസ് ലിറ്റിൽ ലോവർ ദാൻ ഗോഡ്, ദൈവത്തെക്കാൾ അല്പം താഴെയായിരുന്നു. എന്നാൽ കാൽവരിയിൽ പണിയപ്പെടുന്നത് ദൈവത്തോട് ചേർന്നാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അതാ പറയുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ക്രൈസ്റ്റ്, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി, ഡ്വെൽസ് ഇൻ യു, ദ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ഗോഡ്. നമ്മെ അവനോട് തുല്യം ആക്കാൻ, അവനെ പോലെയാക്കാൻ, അവനോട് തുല്യമാക്കാൻ. അപ്പൊ അവനേക്കാൾ താഴെയായിരുന്നു സൃഷ്ടിക്കപ്പെട്ട അവസ്ഥ. അപ്പൊ അതിനേക്കാൾ ഭംഗിയുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനേക്കാൾ ഭംഗിയുള്ള അവസ്ഥയിലേക്ക്. ലൂക്കോസ് സുവിശേഷം 20-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ, ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു, എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല. അവർക്ക് ഇനി മരിപ്പാനും കഴിയുകയില്ല. അവർ പുനരുത്ഥാന പുത്രന്മാരാകിയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരും ആകുന്നു. യേശുക്രിസ്തു പറയാണ്, then we will be equal to God and we will be immortals. ഇമ്മോർട്ടൽ ആകും. ആദാം ഇമ്മോർട്ടൽ ആയിരുന്നു? ഇമ്മോർട്ടലാണ്, അവന് മരിക്കാൻ പറ്റത്തില്ല. ആദാമിനെ സൃഷ്ടിച്ചപ്പോ ആദാമിനോട് പറയാണ്, ഈ പഴം തിന്നാൽ നീ മരിക്കും. അപ്പൊ നീ ആരാണ്? മോർട്ടലാണ്. യു ആർ മോർട്ടൽ. മോർട്ടൽ. അപ്പൊ മരണമുള്ളവനായിരുന്നു ഏദനിലെ ആദം. അതാണ് ലിറ്റിൽ ലോവർ ദാൻ ഗോഡ്. മോർട്ടലായിരുന്നു. എന്നാൽ യേശു ഇവിടെ പറയാണ്, പുനരുത്ഥാന പുത്ര, നീ ഇനി മരിക്കുകയില്ല, നീ ഇനി മോർട്ടൽ അല്ല, ഇമ്മോർട്ടലാണ്. അതാണ് മരണം നീങ്ങി ജീവനും അക്ഷയതയും. പൗലോസ് പറയാണ്, ഇറ്റ്സ് എ ഗോസ്പൽ ഓഫ് ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. ജീവന്റെയും അക്ഷയതയുടെയും ഗോസ്പൽ, the glorious gospel. This is gospel of life and immortality. ജീവന്റെയും അക്ഷയതയുടെയും സുവിശേഷം. അപ്പോ നമ്മളെ ദൈവം ആദമിന് തുല്യനായിട്ട്, നമ്മളെ ദൈവം ആദമിന് തുല്യമായിട്ട് കൊണ്ടുപോവുകയല്ല, അതിനേക്കാൾ ബെറ്റർ, ഹയർ ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം ആദം വാസ് ലിറ്റിൽ ലോവർ ദാൻ ഗോഡ് ആൻഡ് ഹി വാസ് ഇമ്മോർട്ടൽ, ഹി വാസ് മോർട്ടൽ. ബട്ട് വാട്ട് വി വിൽ ബി ലൈക്ക്, എന്താണ് പറയുന്നത്? ആദം വാസ് ലിറ്റിൽ ലോവർ ദാൻ ഗോഡ്. നമ്മൾ, ആദം ദൈവത്തെക്കാൾ അല്പം താഴെയായിരുന്നു. ആദം ദൈവത്തെക്കാൾ അല്പം താഴെയായിരുന്നു. എന്നാൽ അവൻ മോർട്ടലായിരുന്നു, മരണമുള്ളവനായിരുന്നു. എന്നാൽ നമ്മൾ ആരാണ്? നമ്മൾ ആരാണ് എന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ പറയാണ്, നമ്മൾ ആരാണെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ അവനെ പോലെയാകും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ അവനെ പോലെയാകും.
ഇപ്പൊ നമുക്കത് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല നമ്മൾ എന്താണെന്ന്. പക്ഷേ അവൻ വെളിപ്പെടുമ്പോൾ നമ്മൾ അവനോട് തുല്യരാകും. ദാറ്റ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. അതാണ് തേജസ്സുള്ള സുവിശേഷം, തേജസ്സിന്റെ സുവിശേഷം, മഹത്വത്തിന്റെ സുവിശേഷം. ആ മഹത്വത്തിന്റെ സുവിശേഷമാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ യേശു കർത്താവ് ദൈവത്തിന്റെ പുത്രൻ വന്നത് എന്തിനാണ്? മരണം നീങ്ങി ജീവനും അക്ഷയതയും വെളിപ്പെടുത്തേണ്ടതിന് അവൻ വന്നു. നമ്മൾ വിശ്വസിക്കുന്നത് ബിക്കോസ് ഓഫ് ദ സിൻ ഓഫ് ആദം. നമ്മളെ സാധാരണ സുവിശേഷം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നത് ആ പാപത്തിന്റെ ചുറ്റുമാണ്. ആദമിന്റെ പാപത്തിന്റെ ചുറ്റും കിടന്ന് കറങ്ങുകയാണ്. പക്ഷെ ഗ്ലോറിയസ് ഗോസ്പൽ ആദമിന്റെ പാപത്തിന് ചുറ്റും കടന്നല്ല കറങ്ങുന്നത്, ദൈവത്തിന്റെ പദ്ധതിക്ക് ചുറ്റുമാണ്. ദ പർപ്പസ് ഓഫ് ഗോഡ്, ദ പ്ലാൻ ഓഫ് ഗോഡ്, ഇറ്റേണൽ പ്ലാൻ ആൻഡ് ഇറ്റേണൽ പർപ്പസ് ഓഫ് ഗോഡ്. അതാണ് സുവിശേഷം, അല്ല ഇതല്ല സുവിശേഷം. ഇപ്പൊ ആദം പാപം ചെയ്തു, അതിനെ പരിഹരിക്കരുത്. ആദമിന്റെ പാപത്തെ പരിഹരിക്കുന്ന അതല്ല സുവിശേഷം. അതല്ല പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ സുവിശേഷം. അതല്ല തേജസ്സിന്റെ സുവിശേഷം. അപ്പൊ തേജസ്സിന്റെ സുവിശേഷം ഇറ്റേണൽ പ്ലാൻ, ഇറ്റേണൽ പർപ്പസ്, ദൈവത്തിന്റെ അനാദി നിർണയം, ദൈവത്തിന്റെ പദ്ധതി. അപ്പൊ ഈ പ്രപഞ്ചത്തിലെല്ലാം ദൈവത്തിന്റെ പദ്ധതിയിൽ ആണ് നടക്കുന്നത്. ആ പദ്ധതി പ്രകാരം ആണ് എല്ലാം നടക്കുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ 15-ാം അധ്യായത്തിൽ അതേക്കുറിച്ച് 47-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. അപ്പൊ ഒന്നാം മനുഷ്യൻ ആരായിരുന്നു? കുറവുള്ളവനായിരുന്നു, മോർട്ടൽ ബീയിങ് ആയിരുന്നു. അതാണ് ആദം പാപം ചെയ്തില്ലായിരുന്നു എങ്കിലും ഏദനിൽ ക്രിസ്മസ് ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഇൻകാർണേഷൻ ഒരു നെസസിറ്റിയായി മാറുന്ന എന്തുകൊണ്ടാ? ഇൻകാർണേഷൻ നെസസിറ്റിയായി മാറുന്നത് എന്തുകൊണ്ടാ? ഒന്നാം മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവനായിരുന്നു. ഒന്നാം മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവനായിരുന്നു. അവിടെ തന്നെ ഇൻകാർണേഷൻ ഒരു നെസസിറ്റിയാണ്. ഇപ്പൊ നമ്മൾ കേട്ട സുവിശേഷം തെറ്റായ സുവിശേഷമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഗോസ്പൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ പ്രശ്നം വന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട 2 ക്യാമ്പുകാർ അവിടെ നിന്ന് അത് പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം
ആദമിന്റെ വീഴ്ചയിലൂടെ ആദമിനെ എന്ത് ചെയ്യാണ്? എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ്. അതാണ് ആദമിനോട് ദൈവം ആദ്യം കൽപ്പിച്ചത്. നീ സകല ഭൂചര ജന്തുക്കളുടെ മേലും വാഴുവീൻ, അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പം നമ്മുടെ ബൈബിളിൽ അങ്ങനെയാണ് തർജ്ജിമ ചെയ്തിരിക്കുന്നത്. റെയിൻ, വാഴുവീൻ. ഇപ്പൊ ആകാശത്തൂടെ പറക്കുന്ന പക്ഷിയൊക്കെ വാണിട്ട് എന്ത് ചെയ്യാൻ? അപ്പൊ അത് തർജ്ജിമ തെറ്റാണ്. അതവിടെ ദൈവം പറഞ്ഞത് സകലത്തിൽ നിന്നും പഠിക്കുവീൻ എന്നാണ് പറഞ്ഞത്. നമ്മൾ അത് തർജ്ജിമയിൽ വെച്ചാണ്. അടുത്ത ദിവസം അതെങ്ങനെയാണ് തർജ്ജിമ മാറിയെന്ന് ഞാൻ പറയാം. ഇന്ന് വളരെ നമ്മൾ ദീർഘമായി പോയി. അതുകൊണ്ട് വാഴുവീൻ എന്നല്ല ഒറിജിനലി ഉദ്ദേശിച്ചത്, പഠിക്കുവീൻ എന്നാണ്. അപ്പം പഠിക്കുവാൻ എക്സ്പീരിയൻസിലൂടെ, മനസ്സിലായോ? അപ്പം നോസിസിൽ നിന്ന് എപ്പിഗ്നോസിസിലേക്ക് വളരുവാൻ, ഇനോസ്റ്റകളിലൂടെ എപ്പിഗ്നോസിസിലെത്തി ഓയിഡായിലേക്ക് വരുവാൻ, ദൈവത്തോട് ഒപ്പമായി തീരുവാൻ, അപ്പം അങ്ങനെയുള്ളൊരു ഗ്രോത്തിന്റെ വഴിയിലേക്ക് ദൈവം ആദമിനെ അയക്കുകയാണ്. അപ്പം ഹോൾ ഹ്യൂമൻ കൈൻഡ്, മുഴുവൻ മനുഷ്യരാശിയും ആ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗോഡ്സ് പ്ലാൻ. ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു സഞ്ചാര പദത്തിലാണ് നിങ്ങൾ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. ഹീസ് വിത്ത് അസ്, ഗോഡ് ഇമ്മാനുവേലായി, ദൈവം നമ്മോട് കൂടെ. ഹീസ് ഇമ്മാനുവേൽ, ഹീസ് വിത്ത് അസ്. നമ്മളൊരു പ്രോസസ്സിലാണ്. എന്താണ്? അവൻ വെളിപ്പെടുമ്പോൾ അവനോട് തുല്യമായി നാമും വെളിപ്പെടും എന്നുള്ളൊരു പ്രോസസ്സിലാണ് മനുഷ്യവർഗം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഗുഡ് ന്യൂസ് ഫ്രം ഗോഡ്. അതാണ് ദൈവത്തിന്റെ സുവിശേഷം. അല്ലാതെ ദൈവം ഓൾ നോവിങ്, ഓൾ പവർഫുൾ ആയ ഒരു ഗോഡ് കുറെ കാര്യങ്ങൾ ചെയ്ത് എല്ലാം പരാജയപ്പെട്ടു, എല്ലാം പൊളിഞ്ഞുപോയി. അവസാനം ദൈവത്തിന് അരിശം വന്നു. നമ്മൾ കടൽ തീരത്ത് കൊട്ടാരമൊക്കെ ഉണ്ടാക്കാൻ നോക്കി ശ്രമിച്ച് പരാജയപ്പെടുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ അരിശപ്പെടുന്നുണ്ട്. അതുപോലെ ദൈവം അരിശപ്പെടുന്നു. ഒന്നും വിജയിക്കുന്നില്ല, ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല, മനുഷ്യരാണ് പറയുന്നൊന്നും കേൾക്കുന്നില്ല. ഇവനോടൊക്കെ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ അതല്ല, ഗോഡ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. അപ്പൊ മനുഷ്യവർഗത്തിന്റെ പ്രവൃത്തികളിൽ ദൈവം കോപിക്കുന്നു, ദൈവം ക്രുദ്ധനാകുന്നു. ദൈവത്തിന്റെ അങ്ങനത്തെ റിയാക്ഷൻസ് ഇല്ല. അപ്പോ മനുഷ്യന്റെ പാപവീഴ്ചകളും ദൈവത്തിന്റെ റിയാക്ഷൻസും സമം അല്ലെങ്കിൽ ചേരുംപടി മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു മിശ്രിതമാണ് പെന്തക്കോസ്തൽ സുവിശേഷം. It's a mixer of man's failure and man's sins mixed with God's reactions. So, glorious gospel എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ഇവോൾവ്സ് അറൗണ്ട് ഗോഡ്സ് പ്ലാൻ. ദൈവത്തിന്റെ പ്ലാന്റെ ചുറ്റുമാണ്. അപ്പൊ ദൈവത്തിന്റെ പ്ലാൻ ആൻഡ് ആക്ഷൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആക്ഷൻസ് ആണ്, നോ റിയാക്ഷൻസ്. അപ്പൊ നമ്മുടെ സുവിശേഷം ആക്ഷൻസ് ഓഫ് ഗോഡ് ആൻഡ് പ്ലാൻ ഓഫ് ഗോഡ്. മറ്റേ സുവിശേഷം എന്ന് പറഞ്ഞാൽ സിൻ ഓഫ് മാൻ ആൻഡ് റിയാക്ഷൻസ് ഓഫ് ഗോഡ്. മനുഷ്യന്റെ പാപവും ദൈവത്തിന്റെ റിയാക്ഷനുമാണ്. നമ്മുടെ സുവിശേഷം ദൈവത്തിന്റെ പ്ലാനും ദൈവത്തിന്റെ ആക്ഷൻസുമാണ്. ദൈവത്തിന്റെ പദ്ധതിയിലാണ് നാം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതിക്ക് പുറത്ത് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ വസ്തുത. കാരണം ദൈവത്തിന് അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഓണർഷിപ്പ് ദൈവത്തിനാണുള്ളത്. ദൈവം നമ്മുടെ ഓണർഷിപ്പ് ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. എന്തെങ്കിലും പരാജയങ്ങളോ പിഴവുകളോ വന്നെങ്കിൽ തന്നെ ദൈവം അതിനെ പരിഹരിക്കും. ദൈവം എന്തെങ്കിലും ഒരു പരാജയം, ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് ദൈവമായിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഒരു പരാജയവും ദൈവത്തിന്റെ പക്ഷത്തു നിന്ന് വരുന്നില്ല. അതാണ് നമ്മുടെ ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനം. ദൈവത്തിന്റെ ഓണർഷിപ്പ് നമുക്കുണ്ട്. ഞങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിന് ഒത്തിരി മീനിങ് ഉണ്ട് ഓണർഷിപ്പിന്. ഇപ്പം ന്യായപ്രമാണം നിങ്ങൾ വായിക്കുമ്പം ഈ ന്യായപ്രമാണം എന്തിനാണ് നൽകിയത്, സമാഗമന കൂടാരം എന്തിനാണ് നൽകിയത്, അത് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതിനെപ്പറ്റി പഠിക്കും. അപ്പൊ ഈ ന്യായപ്രമാണം നൽകിയിരിക്കുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തെ
ദൈവത്തിന്റെ പദ്ധതികളെ നമുക്ക് മനസ്സിലാക്കാനാണ്. അനാലജി പോലെ തന്നതാണ്. ന്യായപ്രമാണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരുത്തന്റെ പറമ്പിൽ ഒരു കിണർ കുത്തുകയും ആ കിണർ മൂടാതെ കിടന്നിട്ട് മറ്റൊരുത്തന്റെ കാളയോ മറ്റോ ആ കിണറ്റിൽ വീഴുകയും അത് ചത്തുപോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കാള ചത്തുപോയതിന്റെ ഉടമസ്ഥന് കിണർ കുത്തിയവൻ എന്ത് ചെയ്യണം? പകരം കൊടുക്കണം. ഇനി ഒരുത്തന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ തീ വീണിട്ട് വേറൊരുത്തന്റെ കറ്റ കത്തിപ്പോയാൽ ഈ കറ്റ കത്തിപ്പോയതിന് തീ ആരുടെ കയ്യിൽ നിന്ന് വീണോ അവൻ പകരം കൊടുക്കണം. ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഒരു പറമ്പ് ഓൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ പറമ്പ് എന്റെയാണ്. അപ്പൊ ആ പറമ്പ് നിമിത്തവും ആ പറമ്പിൽ സംഭവിക്കുന്ന സകലത്തിന്റെ ഉത്തരവാദി ആരാണ്? ആ ഓണറാണ്. അപ്പം ആദമിൽ സകല മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ച് സകല മനുഷ്യവർഗത്തിന്റെയും ഉടയവൻ ദൈവമാണെന്ന് പറയുമ്പോൾ മനുഷ്യരിൽ സംഭവിക്കുന്ന എല്ലാ വീഴ്ചകളുടെയും റെസ്പോൺസിബിലിറ്റി ദൈവത്തിൻ്റെതാണ്. യേശു വിശേഷതയേറിയ ഒരു നിയമത്തിന്റെ ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. നിങ്ങൾ കേട്ടത് ഗ്ലോറിയസ് ഗോസ്പൽ. മേ ഗോഡ് ബ്ലസ് യു.